Welcome to the section B part of JEE Mains 22 June 26 SHIFT-1 paper. Oh, it is a very long name. It's okay. മനസ്സിലായല്ലോ കാര്യങ്ങൾ. ജൂൺ 26 SHIFT-1 ആണ്. സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി ഇൻഡിജർ ടൈപ്പ് ആണ്. ഓപ്ഷൻ നോക്കിയിട്ട് കറക്കി കുത്തൽ നടക്കില്ല, ചെയ്യണം. പലപ്പോഴും ഒക്കെ കാൽക്കുലേഷൻ പാർട്ട് കോംപ്ലക്സ് ആവാറുണ്ട്. ചെറിയ ചെറിയ നമ്പറൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ വരാറുണ്ട്. ലെറ്റ് us see. ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ ഫൈറ്റർ ജെറ്റ്. ഞാനേ പറയട്ടെ, നിങ്ങൾ സീരിയസ് ആയിട്ട് എൻട്രൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത്രയും പോപ്പുലർ ആയി ക്വസ്റ്റ്യൻ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും നിങ്ങൾ കാണുന്നതാണ്. There is a fighter jet which is flying horizontally at a certain altitude. ഞാൻ പറയട്ടെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ശരിക്ക് ഒരു പ്രാക്ടിക്കൽ ആംഗിളിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരു മന്ദബുദ്ധി പൈലറ്റും ഒരു മന്ദബുദ്ധി ഷൂട്ടറും തമ്മിലുള്ള ഒരു കളിയാണിത്. പറയാം എന്തുകൊണ്ടാണ് മന്ദബുദ്ധി എന്ന് പറയാം. A fighter jet is flying horizontally at a certain altitude with a speed of 200 meters per second. When it passes directly overhead an anti-aircraft gun, bullet is fired from the gun at an angle theta with a horizontal to hit the jet. If the bullet speed is 400 meters per second, the value of theta. അതായത് ഒരു വിമാനം ഇങ്ങനെ പറന്നു പോകുന്നു, താഴെ ഒരു ആന്റി എയർക്രാഫ്റ്റ് ഗൺ ഉണ്ട്. അതായത് ഗണ്ണ് പവർഫുൾ ആണ്, ബുള്ളറ്റിനെ അങ്ങ് ഫ്ലൈറ്റിന്റെ അടുത്ത് വരെ എത്തിക്കുന്ന പവർഫുൾ ആയ ഒരു ഗൺ ഇതിവിടെ നിന്ന് ഫയർ ചെയ്യുന്നു. അപ്പം പ്ലെയിൻ ഇങ്ങനെ മുകളിൽ വരുമ്പോഴേ നേരെ മുകളിലേക്ക് ഫയർ ചെയ്ത് എന്താ സംഭവിക്കുക, ഈ ബുള്ളറ്റ് അവിടെ എത്തുമ്പോഴത്തേക്കും പ്ലെയിൻ അതിന്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. ഈ ബുള്ളറ്റ് തിരിച്ച് ഫയർ ചെയ്ത ആളെ തലയിലേക്ക് വന്ന് വീഴാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ആംഗിളിലാണ് ഇവർ ഫയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇത് പോയിട്ട് അതിനെ ഹിറ്റ് ചെയ്യണം. ഒരു ചെറിയ ഗ്രാഫിക്കൽ പിക്ചറൈസേഷൻ തന്നിട്ടുണ്ട്. ഇത് ഞാൻ വരച്ചതാണ്. ഇവിടെ ഒരു ഗൺ വെച്ചിട്ടുണ്ട്. ഗൺ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആ ബുള്ളറ്റിന്റെ പാത്താണ് ഇത്, പാരബോളിക് പാത്ത്. ഓക്കെ, ഈ ഫ്ലൈറ്റ് പോകുന്ന ഹൊറിസോണ്ടൽ പാത്താണ്. ഇനി ആലോചിച്ച് നോക്ക്, പിന്നെ ഇങ്ങനൊരു ബുള്ളറ്റ് ഫയർ ചെയ്തു എന്ന് റഡാറിൽ സെൻസ് ചെയ്താൽ പിന്നെ ആ പൈലറ്റ് അതേ ലൈനിൽ പോവില്ലല്ലോ, അയാൾ വേറെ റൂട്ടിലേക്ക് പോവില്ലേ. പക്ഷെ അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത്. അതായത് ബുള്ളറ്റ് ഫയർ ചെയ്തു, അത് വരുന്നുണ്ട്, എന്നാൽ ഞാൻ മാറുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഈ പൈലറ്റ്. ഓക്കെ, ഈ പൈലറ്റ് അങ്ങനെ മാറില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഈ ഫയർ ചെയ്യുന്ന ആൾ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, രണ്ട് മന്ദബുദ്ധികളാണ്. എന്തായാലും ഇത് ഇങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നിടത്തു നിന്നാണ് ഈ ബുള്ളറ്റ് ഗണ്ണിൽ ഹിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കണ്ടീഷൻ? ഈ ഫ്ലൈറ്റ് ഹൊറിസോണ്ടലി എത്ര ദൂരം ഇങ്ങനെ മൂവ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് ഹൊറിസോണ്ടലി നമ്മുടെ ബുള്ളറ്റും മൂവ് ചെയ്യണം, എന്നാലേ ഈ സ്ഥലത്തെത്തുള്ളൂ. ഹൊറിസോണ്ടലി ഒരേപോലെ ആയിരിക്കണം അവരുടെ മോഷൻ. വെർട്ടിക്കൽ മോഷന് യാതൊരു റോളും ഇല്ല. അതിന് വെർട്ടിക്കൽ മോഷൻ ഹൈറ്റിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഈ ഹിറ്റ് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെലോസിറ്റി ഓഫ് ദ ഫ്ലൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് 200 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ, ചെക്ക് ചെയ്യും. 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആംഗിൾ തീറ്റയാണ്. എന്താണ് കണ്ടീഷൻ ടു ഹിറ്റ് ദ പ്ലെയിൻ? കണ്ടീഷൻ ടു ഹിറ്റ് ദ പ്ലെയിൻ എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് രണ്ടുപേരുടെ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമുക്ക് എടുക്കാം. അത് 400 കോസ് തീറ്റ ആയിരിക്കണം. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? 200 ഈക്വൽ ആയിരിക്കണം. സോ ദിസ് വിൽ ഗിവ് യു കോസ് തീറ്റ ഈക്വൽ ടു 1/2 തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ തീറ്റ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ദാറ്റ്സ് ഇറ്റ്. ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും ചിന്തിക്കാതെ തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്. സെക്കൻഡ് വൺ, a ball of mass 0.5 kilogram is dropped from the height of 10 meter. ഓക്കെ, ഒരു ഡയഗ്രാം വരച്ചേക്കാം. ഇത് ഗ്രൗണ്ട്, മുകളിൽ നിന്ന് ഒരു ബോള്, അതിൻ്റെ മാസ് എത്രയാണ്? 0.5. ഇത് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ബിക്കംസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. അതായത് കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ ഈ വെലോസിറ്റി 0 ആയിരിക്കും തുടങ്ങത്തിൽ. പിന്നെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ്. ഒന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, മറ്റേത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. യൂണിറ്റ് സെയിം അല്ല, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെ ആവുന്ന ഹൈറ്റ്, ഈ ഹൈറ്റ് എവിടെ നിന്നായിരിക്കണം എടുക്കേണ്ടത്? ഗ്രൗണ്ടിൽ നിന്ന് എടുക്കണം. ക്ലിയർ? അപ്പം സപ്പോസ് ഞാൻ പറയട്ടെ, ഈ മുകളിൽ നിന്ന് താഴേക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് S ആണ്, താഴെ നിന്ന് അത് H ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് റിലേഷൻ കിട്ടി. ടോട്ടൽ ഹൈറ്റ് എത്രയായിരുന്നു പറഞ്ഞത്? 10 മീറ്റർ ആണ്. മുകളിൽ നിന്ന് താഴെ വരെ 10 മീറ്റർ ആണെങ്കിൽ H ഈക്വൽ ടു 10 - S ആയിരിക്കണം.
ഇനി എസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ കണ്ടീഷനാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് വെലോസിറ്റി ഇക്വേഷൻ ആണ്. വി ക്യാൻ റൈറ്റ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് ഇക്വേഷൻ. ഇവിടെ വി സ്ക്വയർ ഈക്വൽ ടു യു 0 ആണ്, ഡ്രോപ്പ് ഔട്ട് ആണല്ലോ, അതുകൊണ്ട് പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു എസ് ആണ്. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? ഈ വിയുടെ മാഗ്നിറ്റ്യൂഡും ജിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. സോ ഈ വി സ്ക്വയർ ഒരു വിയും ജിയും ക്യാൻസൽ ആയാൽ വി ഈക്വൽ ടു 2s എന്ന് കിട്ടില്ലേ? അപ്പോൾ എസ് എത്രയാണ്? അത് v/2 ആണ്. പക്ഷെ വിയുടെ വാല്യൂ 10 ആണല്ലോ, ജിയുടെ വാല്യൂക്ക് ഈക്വൽ ആണല്ലോ. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ്? 5 മീറ്റർ ആണ്. എസ് 5 മീറ്റർ ആണെങ്കിൽ h 10 - 5 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 5 മീറ്റർ. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, ആലോചിച്ചാൽ തന്നെ അത് മനസ്സിലാവേണ്ടതാണ്. അത് രണ്ട് ഈക്വൽ ആവുന്ന ആ ഒരു ഹൈറ്റ് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആൻസർ ഈസ് 5 മീറ്റർ. ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ ഫോർ ലീനിയർ സ്ട്രെസ് ആൻഡ് ലീനിയർ സ്ട്രെയിൻ ഈസ് ഷോൺ. ലീനിയർ സ്ട്രെസ്, ലീനിയർ സ്ട്രെയിൻ ആണ് ഗ്രാഫ് തന്നിരിക്കുന്നത്. എനർജി ഡെൻസിറ്റി ഫോർ എ ലീനിയർ സ്ട്രെയിൻ. മക്കളെ, എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ആ എപ്സിലോൺ എഴുതുന്ന സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ഇവിടെ തന്നിട്ടുണ്ട്. വൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കൂ. വൈ എന്ന് പറയുന്നത് അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ എനിക്ക് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാണ്. ദിസ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. Actually 1/, slope of the graph ആണ് stress by strain, reciprocal of the slope of the graph ആണ്. So this I can write like 80 minus 80 എടുക്കണ്ട. ഓക്കെ, ഒരു കറസ്പോണ്ടിങ് വാല്യൂ എടുക്കാം, ലൈക്ക് 60 and 3 കണ്ടോ, ഈ ഒരു വാല്യൂ എടുത്താൽ മതി. അപ്പം എനിക്കിങ്ങനെ എഴുതാം 60 minus 0 divided by 3 into 10⁻⁻10 minus 0 എടുക്കാം. This is 60 divided by 3 into 10⁻⁻10. 3 goes here 2 times. This will give you 2 into 10⁻11 Newton per meter square ആണ് യങ്സ് മോഡുലസ്. അതുകൊണ്ട് എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു 2 into 10⁻11 into സ്ട്രെയിനിൻ്റെ സ്ക്വയർ. സ്ട്രെയിൻ 5 into 10⁻⁻4 അതിൻ്റെ സ്ക്വയർ ആണ്. So you can easily see that this 2 will cancel this 2. 5 in the square ഉണ്ടാകണം, അത് 25 ആണ്, into 10⁻11 minus 8. എല്ലാം SI യൂണിറ്റിലാണ്, കിലോ. ഓക്കെ, ആൻസർ വേണ്ടത് കിലോ ജൂളിലാണ്. സോ ദിസ് വിൽ ഗിവ് യു 25 into 10⁻³ ജൂൾ. 10⁻³ ജൂൾ ആണല്ലോ കിലോ ജൂൾ. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ആൻസർ 25 ആണ്. ആൻസർ 25. It should be 25. Okay, that's actually an easy one. Fourth one, the elongation of a wire on the surface of the earth is 10⁻⁻4 meter. Okay, elongation of a wire on the surface of the earth is 10⁻⁻4 meter. The same wire of same dimension is elongated by 6 into 10⁻⁻5 meter on another planet. Acceleration due to gravity on the planet will be. മക്കളെ, ഒരു വയർ എർത്തിലെ ഇലോങ്ങേഷൻ തന്നിട്ടുണ്ട്, വേറൊരു പ്ലാനറ്റിൽ ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുള്ള ഇലോങ്ങേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ഒന്നുമില്ല. മൂണിലോ എർത്തിലോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊരു വയർ ഇലോങ്ങേറ്റ് ചെയ്യാം. പക്ഷെ ഇവരെ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ സ്വന്തം വെയിറ്റ് കൊണ്ടുള്ള ഇലോങ്ങേഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഏതാണ്? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇലോങ്ങേഷൻ ഇക്വേഷൻ എഴുതാം. ഇലോങ്ങേഷൻ ഇക്വേഷൻ FL/AY ആണ്. L is the length, A is the area, Y is Young's modulus. ഇതിൽ F എന്ന് പറഞ്ഞാൽ mg ആണ്. അത് നമ്മുടെ ഒരു അപ്രോക്സിമേഷൻ ആണ്, നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. വേറെ ഡാറ്റ ഒന്നും ഇല്ലല്ലോ, എക്സ്റ്റേണൽ ഫോഴ്സ് തന്നിട്ടില്ലല്ലോ, പിന്നെ നമുക്ക് ഇങ്ങനെ മാത്രം ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ΔL. ഇനി നോക്കാം, ഞാൻ ഇങ്ങനെ എഴുതാം ഇക്വേഷൻ mg into L divided by AY ആണ്. ഇനി മക്കൾ നോക്കണേ, ഇവിടെ സെയിം വയറാന്ന് പറയുമ്പോൾ ലെങ്ത് സെയിം ആണല്ലോ, അതുപോലെ യങ്സ് മോഡുലസ് സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ് അല്ലേ, പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണ്, അതുപോലെ എമ്മും സെയിം ആണ്, സെയിം വയറാണ്. അപ്പം മാസ്, ലെങ്ത്, ഏരിയ, യങ്സ് മോഡുലസ് ഒക്കെ സെയിം ആണ്. പിന്നെ വേറൊരു പ്ലാനറ്റിലേക്ക് പോകുമ്പോൾ എന്തിലാണ് മാറ്റം വരുന്നത്? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലല്ലേ. സോ ധൈര്യമായിട്ട് നമുക്ക് എഴുതാം ΔL ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു G എന്ന് എഴുതാം.
ഇലോങ്ങേഷൻ ജിക്ക്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ഇലോങ്ങേഷൻ വരുമല്ലോ. നമുക്ക് വേണ്ടത് ആക്സലേഷൻ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലാനറ്റ് ആണ് വേണ്ടത്. ഞാൻ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ ഓൺ ദ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു ജി ഓഫ് ദ പ്ലാനറ്റ്, ഡെൽറ്റ എൽ ഓൺ എർത്ത് പ്രൊപ്പോർഷൻ ടു ജി ഓൺ എർത്ത്. നൗ യു ടേക്ക് ദ റേഷ്യോ ജി പ്ലാനറ്റ് ബൈ ജി എർത്ത് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഇൻ ദ പ്ലാനറ്റ് by delta L on Earth. G planet equal to G Earth into the ratio of the elongation. ഇനി G on Earth എത്രയാണ്? 10 ആണ്. G on Earth എത്രയാ? 10. ഇത് ചെറുതാക്കാൻ പറ്റും നോക്കട്ടെ. G on Earth 10 ആണ്. ഡെൽറ്റ എൽ ഓൺ ദ പ്ലാനറ്റ് 6 into 10 raised to minus 5 ആണ്. ഡിവൈഡ് ബൈ ഓൺ എർത്ത് എത്രയാണ്? അത് 10 raised to minus 4 ആണ്. ക്ലിയർ അല്ലേ? നോക്കൂ, 10 raised to minus 4, 10 raised to minus 1, 10 raised to minus 1 into 10 will give you 6 as answer. The acceleration due to gravity on the planet എത്രയാണ്? 6 meter per second square ആണ് ആൻസർ. ബിക്കോസ് ഇലോങ്ങേഷൻ അവിടെ 1 ഇല്ല, എർത്തിലത് ഇതിനേക്കാളും 1/6 ആണ് അവിടെ. അതിൻ്റെ അർത്ഥം ഇത് കുറവാണ്. അല്ല, എർത്തിലേത് 1 into 10 raised to minus 4 ആണ്, അവിടെ അത് 0.6 into 10 raised to minus 4 ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് 6 meter per second square. ഓൾറൈറ്റ്, അടുത്തത് 10 ohm 20 millihenry coil carrying a constant current is connected to battery 20 volt. മക്കളെ, ഇത് DC ബാറ്ററിയാണ്, AC അല്ല. ചാപ്റ്റർ AC അല്ല, ഇത് ട്രാൻസിയന്റ് കറണ്ടിൻ്റെതാണ്. ഇനി ചോദിക്കുന്നത് ഓപ്പൺ കറണ്ട് ബിക്കം 0 in 100 microsecond. അപ്പോൾ കറണ്ടിൽ ചേഞ്ച് ഉണ്ട്. ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. E induced is equal to L into delta I by delta T. എൽ എത്രയാണ് നോക്കൂ, അത് 20 into 10 raised to minus 3 മില്ലി ഹെൻറി അല്ലേ, ഇല്ലേ, ഇൻറ്റു ഡെൽറ്റ ഐ എന്താണ് നോക്ക്, കറണ്ട് പിന്നെ 0 ആവുന്നു എത്ര 100 microsecond. ഈ സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. 10 ohm റെസിസ്റ്ററും 20 മില്ലി ഹെൻറി, ഇതിലൂടെ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ എത്ര കറണ്ട് ആണ് ഇനീഷ്യലി ഫ്ലോ ചെയ്യുന്നത്? ഇനീഷ്യലി, അതായത് സ്റ്റഡി സ്റ്റേറ്റിൽ ഇതിലെ കറണ്ടിൻ്റെ വാല്യൂ 20 divided by 10 ആയ 2 ആംപിയർ ആണ്. ഇനീഷ്യലി അത് 2 ആംപിയർ. ഈ 2 ആംപിയർ ഫൈനലി എത്രയായിട്ടാണ് മാറുന്നത്? 0 ആയിട്ട് മാറുന്നു. സോ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്, മൈനസ് എൽ ഇൻറ്റു ഡി ബൈ ഡി. ഇവിടെ ഫൈനൽ കറണ്ട് 0 മൈനസ് ഇനീഷ്യൽ കറണ്ട് 2, ടൈം ടേക്കൺ എത്രയാണ്? 100 into 10 raised to minus 6 ആണ്. നാച്ചുറലി ദിസ് വിൽ ഗിവ് യു 10 raised to minus 3 മൈനസ് 3 ആകും ഇവിടെ, മൈനസ് 3. ദിസ് വിൽ ഗിവ് യു മൈനസ് 1. താഴെ ആക്ച്വലി 10 raised to minus 1 കിട്ടും. സോ ദിസ് വിൽ ഗിവ് യു 20 into, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് ക്യാൻസൽ, 20 into 2 into 10, 2 into 2, 400 വോൾട്ട് ആണ് ആൻസർ. ഓക്കെ, കാൽക്കുലേഷൻ പാർട്ട് ശ്രദ്ധിച്ചാൽ മതി. അതിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഫിസിക്സിൽ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല. കണ്ടില്ലേ ഇക്വേഷൻ. 6-1 ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. A light ray is incident at an angle θ1 on the system of two plane mirrors M1 and M2. കണ്ടില്ലേ, M1 ആണ് ഇത്, M2 ആണ്. Having an angle of 75 degree between them. ഇങ്ങനെ വെച്ചിരിക്കുന്നു. After reflecting from പ്ലെയിൻ മിറർ M1, ഇവിടെ റിഫ്ലക്ട് ചെയ്തതിന് ശേഷം ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക് ബൈ ദ മിറർ M2. മിറർ M2ൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് വിത്ത് ആൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 30 ഡിഗ്രി. അപ്പോൾ ഈ 30 ഡിഗ്രി എവിടെ മാർക്ക് ചെയ്യേണ്ടത്? അത് സെക്കൻഡ് റിഫ്ലക്ഷൻ നടക്കുന്നിടത്താണ് 30 ഡിഗ്രി വേണ്ടത്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡീവിയേഷൻ ഓഫ് ദ റേ വിൽ ബി? വാട്ട് ഈസ് ദ ടോട്ടൽ ഡീവിയേഷൻ? മക്കൾ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡീവിയേഷൻ ഡ്യൂറിങ് reflection? Deviation during reflection is given by 180 minus 2i. Deviation clockwise ഉണ്ടാകാം, ആന്റി ക്ലോക്ക്വൈസ് ഉണ്ടാകാം. ഓക്കെ, നോക്കാം. ഇവിടെ ലൈറ്റ് റേ ആദ്യം ഫസ്റ്റ് മിററിൽ വരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രെയിറ്റ് ഇൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. സോ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻ ദ ഫസ്റ്റ് കേസ്. This light ray after hitting the surface might have
അതിങ്ങനെ നേരെ പോകുന്നതിന് പകരം അത് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്താൽ ദർ ഈസ് വൺ മോർ ഡീവിയേഷൻ ഹിയർ. അങ്ങനെ 2 ഡീവിയേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ഡീവിയേഷൻ കിട്ടും. കാരണം രണ്ടും ഒരേ സെൻസിലാണ്. ഇങ്ങനെ പോകുന്നതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ബെൻഡ് ചെയ്തു, ഇങ്ങനെ പോകുന്നതിന് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ബെൻഡ് ചെയ്തു. രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ലെറ്റ് us make a large diagram for this. നോക്കൂ, ഇൻസിഡന്റ് റേ ഹിറ്റിംഗ് ഹിയർ. ഈ ആംഗിളിനെയാണ് ക്വസ്റ്റ്യനിൽ θ1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ആൻ ആംഗിൾ θ1. Now this will also be equal to θ1, law of reflection. Then the light ray will hit the second surface and here 30 degree ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം, അത് കിട്ടിയതിലൂടെ നമ്മുടെ പ്രശ്നമാണ് തീർന്നത്. അത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കില്ലേ. ഈ റെഡ് ലൈൻ മക്കളെ നോർമൽ അല്ലേ. സോ the total angle made by the normal with the surface is 90 degree. This angle must be equal to what? 60 degree. Look in this triangle here. Look in this triangle. ഇവിടെ 75 60 കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾ എത്രയായിരിക്കണം? ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കണം. അത് 45 ഡിഗ്രി ആണെങ്കിൽ θ1 എത്രയാണ്? 45 ഡിഗ്രിയാണ്. എല്ലാ ആംഗിളുകളും കിട്ടി. ഇനി Δ1 എന്ന് പറഞ്ഞാൽ അത് 180 മൈനസ് 2 into 45 അല്ലേ, which is 90 degree. Δ2 എന്ന് പറയുന്നത് 180 മൈനസ് 2 into 30 ഡിഗ്രി അല്ലേ, അത് 120 ഡിഗ്രി അല്ലേ. ആൻഡ് ബോത്ത് ദ, നോക്കൂ, നമ്മൾ അതിൻ്റെ സെൻസ് പറയട്ടെ, സെൻസ് ഓഫ് ഡീവിയേഷൻ നോക്കൂ. ഇവിടെ ഇങ്ങനെ പോകേണ്ട ലൈറ്റിനെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തു, ഇവിടെ ഇങ്ങനെ അങ്ങനെ പോകേണ്ട ലൈറ്റിനെ ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തു. 2 ഡീവിയേഷൻ ഒരേ സെൻസിലായതുകൊണ്ട് ദ ടോട്ടൽ ഡീവിയേഷൻ ഈസ് നത്തിങ് ബട്ട് Δ1 പ്ലസ് Δ2, 120 പ്ലസ് 90, 210 ഡിഗ്രി ആണ് ഇതിൻ്റെ ആൻസർ. 210 ഡിഗ്രി. ദാറ്റ് ഈസ് ദ ഡീവിയേഷൻ. ഓക്കെ, ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞാൽ കാര്യം ഈസിയായി. 7th one നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ വെർനിയർ കാലിപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വെർനിയർ കാലിപ്പേഴ്സ് ഈച്ച് സെന്റിമീറ്റർ ഓൺ ദ മെയിൻ സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു 20 ഈക്വൽ പാർട്സ്. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ദർ ഈസ് എ മെയിൻ സ്കെയിൽ. ദർ ഈസ് എ മെയിൻ സ്കെയിൽ. ഈ മെയിൻ സ്കെയിലിലെ ഓരോ സെന്റിമീറ്ററും എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ 20 ഈക്വൽ ഡിവിഷൻ ആക്കി മാറ്റി. ഇതാണ് മെയിൻ സ്കെയിൽ. ഓക്കെ, 10th വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് 9th മെയിൻ സ്കെയിൽ ഡിവിഷൻ. അതായത് ഇവിടെ ഒരു വെർനിയർ സ്കെയിൽ വെച്ചിട്ടുണ്ട്, അത് എത്ര ഡിവിഷൻസ് ഉണ്ട്? 10 ഡിവിഷൻസ് ഉണ്ട്. അത് എത്രയായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്? 9th ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് വെർനിയർ കോൺസ്റ്റന്റ്. വെർനിയർ കോൺസ്റ്റന്റ് ഈസ് നത്തിങ് ബട്ട് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. ബട്ട് വി നോ ദാറ്റ് 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈക്വൽ ടു 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ. So what is 1 vernier scale division? That is 9 by 10 main scale division. Substituting that here, 1 main scale division minus 9 by 10 main scale division will give you 1 by 10 main scale division as your vernier constant. But ഈ vernier constant ഒരു main scale division എത്രയാണ്? It's given that 1 centimeter is equal to 20 main scale division. So 1 main scale division is 1 divided by 20 centimeter. Vernier constant is 1 by 10 of 1 by 20 centimeter. ഇതാണ് നമുക്ക് കിട്ടുന്നത് 1 by 10. അതായത് 1 by 200 centimeter. So vernier constant is 1 by 200 centimeter. But we need to get that in millimeter. So how do we get millimeter? This 1 by 200 into centimeter and millimeter akam. So you can multiply it by 10 millimeter. So this gives you 1 by 20 millimeter as the answer. The answer is 1 by 20 millimeter. So how do we get this in the proper unit? 10 raised to minus 2 mm ആയിട്ട് എഴുതണം ഇല്ലേ. ഇതിനെ 10 raised to, ഇതിനെ നിങ്ങൾക്ക് എഴുതാവുന്നത് 0.05 millimeter എന്നാണ്. ഇതിനെ 5 into 10 raised to minus 2 millimeter എന്ന് എഴുതിയാൽ നിങ്ങളോട് ചോദിക്കുന്നത് അവിടെ എഴുതേണ്ട നമ്പർ എത്രയാണ്? അത് 5 ആണ്. ആൻസർ ഈസ് 5. ആ ഇൻറ്റീജർ 5 ആണ്.
എയ്ത്ത് വൺ സെമി കണ്ടക്ടർ ആണ്. കണ്ടാൽ തന്നെ അറിയാമത് എളുപ്പമാണ്. ഒരു ഇത്തിരി കറണ്ട് ഇലക്ട്രിസിറ്റിയും ഒരു ഇത്തിരി ഫോർവേഡ് റിവേഴ്സ് ബയസും അറിയാമെങ്കിൽ സോൾവ് ചെയ്യാം. ആസ് പെർ ദ ഗിവൺ സർക്യൂട്ട് ദ വാല്യൂ ഓഫ് കറണ്ട് ത്രൂ ദ ബാറ്ററി വിൽ ബി. ഞാനതൊന്ന് വലുതായിട്ട് വരച്ചിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട്. ബാറ്ററിയുടെ പൊളാരിറ്റി നോക്ക്, മുകളിൽ മൈനസ് താഴെ പ്ലസ്. അപ്പൊ ഏതൊക്കെ ഡയോഡാണ് ഫോർവേഡ് ആകുന്നത്, ഏതാണ് റിവേഴ്സ് ആകുന്നതെന്ന് അറിയാം. D3 ഫോർവേഡ് ആണ്, D1 ഫോർവേഡ് ആണ്, D2 റിവേഴ്സ് ആണ്. റിവേഴ്സ് ബയസ് ആണെങ്കിൽ കണ്ടക്ഷൻ നടക്കില്ല. സോ ഐ റിമൂവ് ദാറ്റ് പാർട്ട്. അങ്ങനെ അത് മാറിക്കഴിഞ്ഞാൽ ഓരോ കണ്ടക്ടിങ് ഡയോഡും സ്ട്രെയിറ്റ് കണക്ഷൻ ആണ്. ഇത് സ്ട്രെയിറ്റ് കണക്ഷൻ ആണ്. 6 and 10 വിൽ ബി ഇൻ സീരീസ് അല്ലേ? 6ഉം 10ഉം സീരീസ് അല്ലേ? 6ഉം 10ഉം സീരീസ് ആണ്. അത് ഈ 6ഉം 10ഉം സീരീസ് ആണ്. ഇപ്പൊ രണ്ട് 16 പാരലൽ കിട്ടും അല്ലേ? നിങ്ങൾക്ക് രണ്ട് 16 പാരലൽ കിട്ടും. സോ ദിസ് വിൽ ഇവൻച്വലി ബിക്കംസ് there is a cell, there is this 2 ohm and here 16 parallel to 16 കിട്ടില്ലേ? 16 parallel 16 ആണെങ്കിൽ 8 ആണ്. 8 plus 2 എത്രയാണ്? 10 ആണ്. സോ ഇഫക്റ്റീവ്ലി ഇതിന്റെ അർത്ഥം there is a cell of 10 volt and effective resistance of 10 ohm. So current should be equal to 1 ampere. Let's ask it, what is the current? That 1 ampere. Okay, question number 9. See, you can see that this is പാരലൽ സർക്യൂട്ട്, പാരലൽ എൽ സി സർക്യൂട്ട് ആണ്. പാരലൽ എൽ സി സർക്യൂട്ടിന്റെ പ്രത്യേകത, പാരലൽ എൽ സി സർക്യൂട്ടിൽ റെസനൻസ് തന്നു. ഇവിടെ തന്നിരിക്കുന്നു, റെസനൻസ് തന്നിട്ടുണ്ട്. പാരലൽ എൽ സി സർക്യൂട്ട് റെസനൻസിൽ വരുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ ഇംപിഡൻസ് ഇൻഫിനിറ്റി ആയിരിക്കണം. ആൻഡ് കറണ്ട് വിൽ ബിക്കം 0. സോ ദ ആൻസർ ഹിയർ ഈസ് 0 ആംപിയർ ആണ്. കാരണം എന്താണ്? ഇത് പാരലൽ റെസനൻസ് ആണ്, അതുകൊണ്ട് കറണ്ട് 0 ആണ്. There is no current, it will not flow. Current flow ചെയ്യില്ല. ഇൻഫാക്ട് ഇത് NCERT കവർ ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് അല്ല, എക്സെപ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഇൻ NCERT. ഇതിന്റെ തിയറി ഒന്നും ഒരു പക്ഷേ നോർമൽ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവില്ല. സോ ഡസൻ മാറ്റർ. ഏതായാലും ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് കൊണ്ടാണല്ലോ IIT JEE ഇത്തിരി ടഫ് ആവുന്നത്. ഓക്കെ, ദ പാരലൽ റെസനൻസ് ആണ്, ഇംപിഡൻസ് ഇൻഫിനിറ്റി ആണ്, കറണ്ട് 0 ആണ്. ഓക്കെ, റൈറ്റ്. 10th one. ദിസ് ഇസ് ആ ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം ഇത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആയിരിക്കണം. കാരണം അതിന്റെ ഡെറിവേഷൻ ഡയഗ്രാം ഇങ്ങനെയല്ലേ. ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി 800 kg/m³ ഫ്ലോസ് സ്മൂത്ത്ലി ത്രൂ എ ബെൻഡ് പൈപ്പ് ആസ് ഷോൺ ദാറ്റ് ടാപ്പേഴ്സ് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ A to A/2. ഇറ്റ്സ് ഗിവൺ A to A/2. ഏരിയ പകുതിയാവുന്നു. ഏരിയ പകുതിയായാൽ സ്പീഡ് ഡബിൾ ആവുമെന്ന് നമുക്കറിയാം. ഓക്കെ, the pressure difference between the wide and the narrow section is 4100 Pascal. At the wider section, velocity is root x by 6. What is the value of x? Bernoulli's principle in the application. Okay. Now assume that ഇവിടെ ഒരു reference line എടുക്കാം. Okay. H1 1 meter ആണ്, H2 0 ആണ്. Okay. V1 and V2 are given. Equation of continuity says that A V1 should be equal to A/2 into V2. So which implies that velocity V2 is nothing but 2 times V1. ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇനി നിങ്ങൾക്ക് പിന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ഇതിനെ ഞാൻ 1 എന്നും ഇതിനെ 2 എന്നും വിളിച്ചാൽ പ്രഷർ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ G H1 ഷുഡ് ബി ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ G H2. ഇതാണ് ഇക്വേഷൻ അല്ലേ? ഇതിൽ H2 0 ആണല്ലോ. സോ യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദിസ് ടേം. P1 P2 സെപ്പറേറ്റ്ലി തന്നിട്ടില്ല, പ്രഷറിന്റെ ഡിഫറൻസ് ആണ് തന്നത്. നാച്ചുറലി ഐ റൈറ്റ് ലൈക്ക് P1 മൈനസ് P2. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? V1 ആണ് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി ടേം നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. റോ G H1 ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. Okay. Now V2 equal to 2V1. This P1 minus P2 is given as 4100 Pascal plus rho is 800, G is 10, H is 1 equal to half into 800 into V2 is 2V1. So V2 square is 4V1 square minus V1 square give you 3V1 square. ആ 3V1 square കിട്ടിയത് മനസ്സിലായല്ലോ. 4V1 square minus V1 square. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ V1 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും.
Okay, so this is 8,000, this is 4,100, so 8 plus 4, 12,100 equal to 400 into 3v1 square. So ഇതിൽ 0 0 കട്ട് ചെയ്ത് കളയാം. So this will give you 121 divided by 12 is v1 square. വേണ്ടത് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് കൊണ്ടുവരേണ്ടത്. യു നീഡ് എ റൂട്ട് 6 അറ്റ് ദ ബോട്ടം. എനിവേ v1 കണ്ടുപിടിക്കാം. v1 ഈക്വൽ ടു 121 റൂട്ട് ഉണ്ട് അല്ല, 121/12 അണ്ടർ റൂട്ടാണ്. ഓക്കെ, നമുക്കത് താഴെ 6 വരണമെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 121 into 3 will give you 363 divided by 36 അണ്ടർ റൂട്ട് വരില്ലേ. അപ്പോൾ v1ന്റെ ആൻസർ ആയല്ലോ നമുക്ക്. v1 എത്രയാണ്? അത് റൂട്ട് ഓഫ് 363 ഡിവൈഡഡ് ബൈ 6 ആയി. ഇതിനെയാണ് റൂട്ട് x/6 എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ 363 ആണ്. എക്സിന്റെ വാല്യൂ 363 ആണ്. Okay, so that is the second part of July 26 Shift 1 paper, JEE Mains 2022 Physics. Okay, hope these questions becomes useful in your life. Best wishes. Thank you so much.